കുട്ടികളോട് ബൈബിൾ കഥകളിലൂടെ പറയുന്നത് അത് പറയുക മാത്രമല്ല കാണാൻ പറ്റുന്ന കഥകളാണ് തന്നെ കൂടുതൽ താല്പര്യമാകും തോന്നി. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ 50 പുസ്തകങ്ങളിലായി ബൈബിൾ മുഴുവൻ ചിത്രകഥയിലൂടെ പ്രസിദ്ധീകരിക്കുന്നു. ആണ്ടിൽ 6 പുസ്തകം ഇത് പബ്ലിഷ് ചെയ്യുന്നു. വരിസംഖ്യ 10 രൂപ. താല്പര്യമുള്ളവർ അറിയിക്കുക. ഇന്ന് 16 ഭാഷകളിൽ ഈ സാധനം അവൈലബിളാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചൈനീസ് ഭാഷകളിലാണ്. കുട്ടികൾ ബൈബിൾ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടത്? കുട്ടികൾക്ക് ബൈബിൾ കഥകൾ പറയുന്നതാണ് ഇഷ്ടം. അപ്പം കുട്ടികളോട് ബൈബിൾ കഥകളിലൂടെ പറയുന്നത് അത് പറയുക മാത്രമല്ല കാണാൻ പറ്റുന്ന കഥകളാണ് തന്നെ കൂടുതൽ താല്പര്യമാകും തോന്നി. അതിനെ പ്രേരിപ്പിച്ച ഒരു ഫാക്ടർ ഇതായിരുന്നു. നമ്മുടെ ഹിന്ദു പുരാണങ്ങളൊക്കെ കഥകളായിട്ടുണ്ട്, അമർചിത്ര കഥകൾ. മുസ്ലിങ്ങളുടെ സൂഫി കഥകളുണ്ട്. അപ്പോൾ ഈ സൂഫി കഥയും അമർചിത്രത്തിലൊക്കെ കഥകളെ രൂപത്തിലാണ്. ഞാൻ POC യിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവിടെ താലന്ത് മാസികയിലൂടെ ചെറിയ കഥാരൂപത്തിൽ അവതരിപ്പിക്കുമായിരുന്നു. അവസാനം മനസ്സിലാക്കി ചിത്രകഥ കുറച്ചുകൂടി സജീവമാക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാണ് ഞാൻ കുട്ടികൾക്ക് വേണ്ടി ചിത്രകഥ ചിന്തിക്കാൻ. അതിന് പ്രത്യേക ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു. കാരണം ഇതാണ്, ഞങ്ങൾ താലന്ത് മാസികയുടെ പബ്ലിഷ് ചെയ്ത് എഴുതിക്കൊണ്ടിരുന്നു. പക്ഷേ ലേഖനങ്ങൾ പലതും അല്പം തീവ്രവാദമാണ്, അധികപ്പറ്റാണെന്നൊക്കെ പറഞ്ഞ് അവസാനം താലന്ത് മാസിക ബ്ലോക്ക് ചെയ്തു. ഞങ്ങൾ എഡിറ്റോറിയൽ ബോർഡ് പിരിച്ചു വിട്ടു. 1984 സംഭവിക്കുക. അവിടുന്ന് ഞാൻ തിരിച്ചു പോരുമ്പോൾ ആകപ്പാടെ നിരാശയായി. ഞങ്ങൾ പ്രശ്നമൊന്നും പറഞ്ഞില്ല. സാമൂഹികതയെക്കുറിച്ചും സഭയുടെ ചില ഒരു ആചാരങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞാണ് പ്രശ്നമായത്. ഓക്കെ, അത് കഴിഞ്ഞ് അത് വള്ളപ്പള്ളി പിതാവിനോട് പറയാം, അച്ഛൻ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ കുറച്ചുകൂടി ശ്രദ്ധിക്കണം കേട്ടോ, ആൾക്കാർക്ക് മനസ്സിലാവണ്ടേ. അതെനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഈ ഇവിടുത്തെ POC യിലെ മീറ്റിംഗ് കഴിഞ്ഞു, താലന്ത് മാസിക ബ്ലോക്ക് ചെയ്തു, എഡിറ്റോറിയൽ ബോർഡ് പിരിച്ചു വിട്ടു. ഞാൻ ഇങ്ങനെ നിരാശനായിട്ട് വരുമ്പോൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എനിക്കൊരു ചിത്രകഥ കണ്ടു. ചിത്രം എനിക്ക് താല്പര്യമായിരുന്നു. അതിൻ്റെ പേരിതാണ് ഗ്രീൻ ഡീമൺ, പച്ച പിശാച്. എന്താ ഗ്രീൻ ഡീമൺ? ഞാൻ ചിത്രകഥ വാങ്ങി ട്രെയിനിൽ വായിച്ചു. കഥ ഇതാണ്. ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ്, അവൻ്റെ പഠനമെല്ലാം കഴിഞ്ഞ് ഡിഗ്രിയും മേടിച്ചിട്ടുണ്ട്. നാട്ടിലേക്ക് നാട്ടിലൂടെ പോകുന്നു, വയലിലൂടെ കടന്നു പോവുകയാണ്. ഒരു വയലിൽ ആൾക്കാർ കുറേ പേര് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ആ ഒരു നോക്കി, അത് നിങ്ങളെന്താ നോക്കി നിൽക്കുന്നത്? അതെ, പിശാച് വന്നു. ചേട്ടാ പിശാച്, പിശാച് അവിടെ ഉണ്ട്. എന്ത് പിശാചുള്ളൂ? പിശാച് സാധനമൊന്നുമില്ല. ഞാൻ പോയി നോക്കട്ടെ. പോകുന്നത് അപകടമാണ്. എന്താ അപകടം? എനിക്ക് പിശാചുമില്ല, അപകടവുമില്ല. അവൻ പോയി ചെന്നപ്പം ഭയങ്കര സാധനമുണ്ട്. അവൻ്റെ കഴുത്ത് കടിച്ചു കീറി ചോര ഒഴുകി കൊണ്ടുവന്നു. ഇവനെ കണ്ടുപിടിത്തേക്ക് ആൾക്കാർ അവൻ്റെ പിശാചിനെ തിരുന്ന് മഹാപിശാചാണ്. അവനെ ഓടിച്ചു. അവൻ പോയി. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്ന് പിശാച്. ഇത്തവണ വന്നൊരു സാത്വികനായ പ്രായമായ ഒരു ഗുരുവാണ്. അല്ല മക്കളെ, എന്താണ് നിൽക്കുന്നത്? അതെ, അവിടെ ഒരു പിശാചിരിപ്പുണ്ട്. അവൻ കഴിഞ്ഞ കൊല്ലം വന്നത്, അവനെ തിന്നതായിരുന്നു. പക്ഷേ വീണ്ടും ചത്തവൻ എണീറ്റുന്ന അപകടമാണല്ലോ, നോക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ ഇരിപ്പുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. സാറേ, അപകടമാണ്? ഇല്ല, ഞാനിവിടെ കൂടെ, നമുക്ക് നോക്കാം. നമുക്കിവിടെ നോക്കി അനങ്ങുന്നുണ്ടോ നോക്കാം. ഒരു ദിവസം അവിടെ നിന്നും അനങ്ങമില്ല. എല്ലാവരും കൂടെ അടുത്ത് വന്നു. ചെന്ന് നോക്കി ഭയാനകമായൊരു സാധനം അവിടെ ഇരിക്കുന്നുണ്ട്, പച്ച നിറത്തിൽ. മക്കളെ, ഇത് പിശാചല്ല, ഇത് തണ്ണിമത്തനാണ്. ഇതൊരു പച്ചക്കറി ഇനത്തിൽപ്പെട്ട സാധനമാണ്. ഇതിൻ്റെ പുറം പച്ചയാണ്, അകത്ത് ചുവപ്പ് നിറമുണ്ട്. തിന്നാനുള്ളത്. അങ്ങനെയാണോ? തൊട്ട് നോക്കി എടുത്തു, മുറിച്ചു ഒരു കഷ്ണം കൊടുത്തു. ഇതാണ് കഥ. ഇനി എനിക്ക് കിട്ടിയ ഇൻസ്പിരേഷൻ. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് എനിക്കറിയാം. കേൾക്കുന്നവർക്ക് ഇത് മനസ്സിലാവണ്ടേ? ഞാൻ പറയുന്ന സത്യത്തിൻ്റെ അവസ്ഥ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യർ മനസ്സിലാവുന്ന ഭാഷയിലേക്ക് വേണം. അപ്പം ഞാൻ ആമോസിൻ്റെയും ഹോസിയയുടെയും മിക്കായുടെയും ഒക്കെ കഥ പറഞ്ഞാൽ, അല്ലെങ്കിൽ സാമൂഹികതയുടെ പറഞ്ഞാൽ ആൾക്കാർക്കത് മനസ്സിലാവണമില്ല. അതുകൊണ്ട് എനിക്ക് കിട്ടിയ അനുഭവം ഇതാണ്. ഈ ചിത്രകഥ പോലെ എന്തുകൊണ്ട് ബൈബിൾ അവതരിപ്പിച്ചുകൂടാ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ? അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ തുടങ്ങിയത് പാളിപ്പോയി. ആദ്യമേ എനിക്ക് ചിത്രകഥയുടെ ആവേശമുണ്ടായിരുന്നു. ഞാൻ ബൈബിൾ പഠിച്ചു. എൻ്റെ വിഷയം തന്നെ സാമൂഹിക നീതിയുമായി ബന്ധപ്പെട്ടതാണ്. നസ്രത്തിലെ സുവിശേഷമാണ്. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ അയച്ചിരിക്കുന്നു. അതായിരുന്നു എൻ്റെ വിഷയം. അപ്പോൾ ആ ഒരു ദാരിദ്ര്യരോടുള്ള താല്പര്യവും സാമൂഹികതയും ഒക്കെ വളരെ ശക്തമായ മനസ്സിലുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് താല്പര്യമായിട്ടൊന്ന് ആമോസ്, ഏലിയ, ദെലീഷ, ആമോസ്, ഹോസിയ, 5 പുസ്തകങ്ങൾ ഇറക്കിയതിന് ഒന്ന് കണക്കധികം ഉണ്ടായിരുന്നില്ല. എനിക്കധികം അറിയാൻ പാടില്ല. പുസ്തകം പബ്ലിഷ് 25,000 കോപ്പി അടിക്കണം. ഒരു പുസ്തകത്തിന് 1 രൂപയോളം ചിലവ് വരുന്നുണ്ട്. അപ്പോൾ 5 പുസ്തകം ആയപ്പോഴത്തേക്കും 1.5 ലക്ഷം രൂപ കയ്യിലുണ്ടായിരുന്ന കാശൊക്കെ തീർന്നു. പുസ്തകം പോയി, പക്ഷേ കാശ് തിരിച്ചു വരുന്നില്ല. ആകപ്പാടെ പൊളിഞ്ഞു. ഇനി എന്താ ചെയ്യുമെന്നറിയാൻ പാടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് സിസ്റ്റർ ഗ്ലോറിസ്റ്റ എന്ന് പറഞ്ഞ അഡോറേഷൻ സിസ്റ്റർ കണ്ടുമുട്ടാൻ സാധ്യത. ഇത് അമേരിക്കയിലായിരുന്നു. കഴിഞ്ഞ് കോഴിക്കോട് ക്രൈസ്റ്റ് ഹോളിൽ കൗൺസിലിംഗ് നടത്തുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഏതായാലും മലയാളത്തിൽ ഒന്നുകൂടെ നോക്കാം. ഒരു എക്സ്പെരിമെൻ്റ് എന്ന നിലയിൽ ഈ സാധനം ഒരു പരസ്യം, ഇത് നേരത്തെ പരസ്യം കൊടുത്തിരുന്നില്ല, വരിസംഖ്യ വിരിച്ചിരുന്നില്ല, യാതൊരു കാര്യം. പുസ്തകം അടിക്കുന്നു, വിതരണം ചെയ്യുന്നു, സ്കൂളുകളിൽ കൊടുക്കുന്നു,
കിട്ടിയാൽ കിട്ടി പോയാൽ പോയാതായി. അപ്പോൾ ഈ സാഹചര്യത്തിൽ സിസ്റ്ററോട് സംസാരിച്ച് ഈ സാധനം മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് കൂടെ തർജ്ജമ ചെയ്താൽ കൊള്ളാം. പുള്ളിക്കാരത്ത് തർജ്ജമ ചെയ്തു. ഞാനൊരു സിസ്റ്റമാറ്റിക്കായിട്ട് തുടങ്ങിയതായിരുന്നു. അപ്പോൾ ഇതുവരെ സംഭവിച്ചത് ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ നടക്കുമെന്ന് യാതൊരു വിചാരവും ഇല്ല. എന്തെങ്കിലും ആവട്ടെ, ഒരു അന്തിമ ശ്രമം. ഇത് പരാജയപ്പെട്ട ചിത്ര പരിപാടി നിർത്തുക ശ്രമം ഇതായിരുന്നു. അപ്പോൾ പരസ്യം കൊടുത്തു. ഞാൻ സത്യദീപത്തിൽ അവരുള്ള മാസികകളിലൊക്കെ പരസ്യം കൊടുത്തു. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ 50 പുസ്തകങ്ങളിലായി ബൈബിൾ മുഴുവൻ ചിത്രകഥയിലൂടെ പ്രസിദ്ധീകരിക്കുന്നു. ആണ്ടിൽ 6 പുസ്തകം ഇത് പബ്ലിഷ് ചെയ്യുന്നു. വരിസംഖ്യ 10 രൂപ. താല്പര്യമുള്ളവർ അറിയിക്കുക. കിട്ടുമെന്ന് വിചാരിച്ചില്ല, ഇംഗ്ലീഷിലും മലയാളത്തിലും. പക്ഷേ ഉദ്ദേശിച്ചതിനേക്കാളും വലിയ റിസൾട്ടുണ്ടായ 10,000 കോപ്പിയുള്ള മലയാളത്തിനും 1,000 കോപ്പി ഇംഗ്ലീഷിനും ഓർഡർ കിട്ടി. അങ്ങനെ ഞാൻ ആരംഭിച്ചു ബൈബിൾ ചിത്രകഥ. അത് 85-ലാണ് ഞാൻ ബൈബിൾ സിസ്റ്റമാറ്റിക്കായിട്ട് ആരംഭിക്കുക. 91 ആയപ്പോഴേക്കും ഈ 50 പുസ്തകം പബ്ലിഷ് ചെയ്തു. ആദ്യത്തേത് മലയാളവും ഇംഗ്ലീഷും ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്നു. 2 പുസ്തകം കഴിഞ്ഞ് മൂന്നാമത്തെ പുസ്തകം ഇറങ്ങുമ്പോൾ 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മീസോറാമിരുന്നൊരു കത്ത് വന്നു. പ്രസ്ബിറ്റേറിയൻ സഭ എന്നാണ്. അവർ ചോദിക്കുന്നതാണ്, നിങ്ങളുടെ പുസ്തകങ്ങൾ ഞങ്ങൾ കണ്ടു, വളരെ ഇഷ്ടപ്പെട്ടു. ഈ പുസ്തകം ഞങ്ങൾക്ക് മീസോ ഭാഷയിൽ തർജ്ജമ ചെയ്താൽ കൊള്ളുന്ന ആഗ്രഹമുണ്ട്. അത് പബ്ലിഷ് ചെയ്യാൻ അനുവാദം തരുമോ? നിങ്ങൾ ഒരു 5,000 കോപ്പി അടിച്ചു തരുമോ? 10,000 രൂപ തരാം. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് 10,000 രൂപയ്ക്ക് 10,000 കോപ്പി അടിച്ചു തരാം, പേരിട്ട് എനിക്കൊരു രൂപ തന്നാൽ മതി. അപ്പോൾ അത് മീസോ ഭാഷയിലേക്ക് തുടങ്ങി. ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സലേഷ്യൻ ഫാദറിൻ്റെ ഒരു കത്ത്, തെലുങ്കാനായിരുന്നതാണ്. ഈ തെലുങ്ക് ഭാഷയ്ക്ക് തർജ്ജമ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ 4 പുസ്തകം ആകുമ്പോഴത്തേക്കും ഇംഗ്ലീഷ്, മലയാളം, ഇംഗ്ലീഷ്, തെലുങ്ക്, മീസോ 4 ഭാഷകളായി. അതിങ്ങനെ ട്രാൻസ്ലേഷൻ നടന്നു. ഇന്ന് 16 ഭാഷകളിൽ ഈ സാധനം അവൈലബിളാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് ചൈനീസ് ഭാഷകളിലാണ്. ഇപ്പം ബൈബിൾ പഠിക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള മാർഗം ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടല്ല, പക്ഷേ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ബൈബിൾ പഠിപ്പിക്കുക. ഇത് വളരെ വളരെ സഹായകമാകും. കഥ പറഞ്ഞും പടങ്ങൾ കണ്ടും പഠിക്കുന്നു. അതിനിടയ്ക്ക് ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ചിത്രകഥയുടെ ഇൻട്രൊഡക്ഷനായിട്ട് നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട് ഓരോ പുസ്തകത്തെക്കുറിച്ചും ഓരോ വ്യക്തിയെക്കുറിച്ചും. അപ്പോൾ പഴയ നിയമം മുഴുവനും വ്യക്തി കേന്ദ്രീകൃതമാണ്. കായനും അവയിലും അബ്രാഹാം, യാക്കോബ്, ജോസഫ്, ഇങ്ങനെ 30 വ്യക്തികളെ കേന്ദ്രമാക്കിക്കൊണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും യേശു ക്രിസ്തുവിൻ്റെ പേരിൽ 15 എണ്ണമുണ്ട്. പൗലോസിൻ്റെ ലേഖനങ്ങൾ അല്ലെങ്കിൽ സഭയുടെ പ്രവർത്തനം, അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ 4 പുസ്തകങ്ങളുണ്ട്. വെളിപാട് പുസ്തകം, ഇങ്ങനെയാണ് 50 പുസ്തകം. അപ്പോൾ ഇത് വായിക്കാൻ ആൾക്കാർ താല്പര്യമായിട്ട് വായിക്കുന്നു. സാവകാശം അത് കൊഴുകുനായച്ചനോട് എനിക്ക് ഒത്തിരി കടപ്പാടുണ്ടായിട്ടുണ്ട്. പുള്ളിക്കാരൻ അതിന് ഇനീഷ്യേറ്റീവ് എടുത്ത് സ്കൂളിൽ മോറൽ ടീച്ചിങ്ങിന് ടെക്സ്റ്റ് ബുക്കായിട്ട് ഉപയോഗിച്ചു. പുള്ളിക്കാരൻ കാനഡയിലായിരുന്നപ്പോഴാണ് അവിടെ ഉപയോഗിക്കുക. തിരിച്ചൊന്നും നാട്ടിലും സ്വീകരിച്ചു. സാവകാശം തലശ്ശേരി രൂപതയിലും ഈ പുസ്തകങ്ങൾ മോറൽ തിയോളജിക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് നല്ല ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കുറേ പഠിച്ചു. അപ്പോൾ മതാധ്യാപകർക്ക് വേണ്ടി ഇതിങ്ങനെ ബൈബിൾ ചിത്രകഥ വളരെ സജീവമായി പിള്ളേരുടെ അടുത്തേക്ക് പോയി. അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത് വായിക്കാൻ പ്രയാസമുള്ളവർക്ക് വേണ്ടിയിട്ട് വേറൊരെണ്ണം ഉണ്ടാക്കി. കുട്ടികളുടെ ബൈബിളിന് പേരിൽ അത് സ്കൂളിലേക്കാണ് 4 പുസ്തകം ഉണ്ടാക്കി. കുട്ടികളുടെ ബൈബിൾ 1, 2, 3, 4 ക്ലാസ്സുകളിലേക്ക്. അത് 32 പേജ് വീതമുള്ള പുസ്തകങ്ങളാണ്. അതിൽ 16 പടങ്ങളുണ്ടാകും. ചായം കൊടുക്കാനുള്ള പടങ്ങളാണ്, സ്കെച്ച് മാത്രമേ ഉള്ളൂ. ചെറിയൊരു പാട്ടുണ്ടാകും, ചെറിയൊരു വിതരണം ഉണ്ടാകും. ഇപ്പോൾ 2 പേജ് വീതം. അങ്ങനെ പാട്ട് പാടിയും പടത്തിന് ചായം കൊടുത്തും ബൈബിൾ ഓടിക്കാനായിട്ട് കൊച്ചുകുട്ടികൾക്ക് മുതിർന്നവഴത്തേക്ക് ഇങ്ങനെ പോവുക. ഇതാണ് ബൈബിൾ ചിത്രകഥയുടെ ഭാഗം.